റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിന്റെ യാത്രയിൽ പറഞ്ഞ വാക്കുകൾക്ക് ശേഷമാണ് ഹബീബായ നബി തങ്ങൾക്ക് ഇസ്റാ മിഅ്റാജ് യാത്രകൾ ഉണ്ടാകുന്നത്. അത് നബി ആശ്വസിപ്പിക്കലാണ്. അല്ലാഹുവിന്റെ അൽ ഹളറത്തുൽ ഇലാഹിയ പടച്ചതമ്പുരാന്റെ ഹളറത്തിലേക്ക് പുണ്യ നബിയെ അല്ലാഹു ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. റസൂലേ, ഭൂമിയിലെ ആളുകൾ ത്വായിഫുകാർ അങ്ങയെ സ്വീകരിക്കാനോ കേൾക്കാനോ ഒരുക്കമല്ലെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ, ഇലൽ മലഇൽ അഅ്ലാ, ആകാശലോകങ്ങളുടെ ഉന്നതങ്ങളിലേക്ക് പോന്നോളൂ നബിയെ, അങ്ങയെ കേൾക്കാൻ ഇവിടെ ആളുകൾ ഒരുക്കമാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കേൾക്കാൻ മലാഖമാർ ഒരുക്കമാണ്, ജിന്നുകൾ ഒരുക്കമാണ്, എല്ലാവരും ഒരുക്കമാണ്. അതുകൊണ്ട് അങ്ങ് സങ്കടപ്പെടരുത്. അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്ത ആശ്വാസമാണ് ഇസ്റാ മിഅ്റാജ് യാത്ര. ഇസ്റാ ഭൂമിയിൽ നടന്ന യാത്രയാണ്, മിഅ്റാജ് ആകാശലോകത്ത് നടന്ന യാത്രയാണ്. ഇസ്റാ മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക്, ഇസ്റാ അൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് കഅബയിൽ നിന്ന് ജെറൂസലേമിലെ ഈ ഇലിയായിലെ അല്ലാഹുവിന്റെ മസ്ജിദായ നമ്മുടെ ആദ്യത്തെ ഖിബ്ലയായിരുന്ന അൽ മസ്ജിദുൽ അഖ്സയിലേക്ക്. അതാണ് ഇസ്റാ. മിഅ്റാജ് എന്നത് ജെറൂസലേമിൽ നിന്ന് 7 ആകാശങ്ങളിലേക്കും അതിനപ്പുറത്തേക്കും പോയ യാത്രയാണ് മിഅ്റാജ്.